ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. നമുക്കറിയാം, അതുപോലെ എല്ലാ വർഷവും അമേരിക്ക അവരുടെ ഒരു ഏജൻസി ഉണ്ട്, USCIRF എന്നാണ് പറയുന്നത്. അതായത് ഫുൾ ഫോം എന്ന് പറയുന്നത് US കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം. എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിൽ മതപരമായിട്ടുള്ള സ്വാതന്ത്ര്യം നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ആ രാജ്യത്തെ ഗവൺമെന്റ് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള വയലേഷൻസും, എന്നുവെച്ചാൽ അവിടെ ഉള്ള മതങ്ങളെ, പ്രത്യേകിച്ച് മൈനോറിറ്റി എന്ന് പറയുന്ന ഏത് രാജ്യമായിട്ടും ബന്ധപ്പെട്ട് മൈനോറിറ്റി മതങ്ങൾ ഏതാണോ, മൈനോറിറ്റി മതങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ, മുസ്ലിം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്ത്യാനിറ്റി മൈനോറിറ്റി ആണെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളെ അവർ ടാർഗറ്റ് ചെയ്യാറുണ്ട്. എല്ലാ വർഷവും ഈ പറഞ്ഞ ഏജൻസി അവരുടെ റിപ്പോർട്ട് തയ്യാറാക്കുകയും അമേരിക്കയുടെ പ്രസിഡന്റിനും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനും അവരുടെ കോൺഗ്രസിനും ഒക്കെ സമർപ്പിക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഈ വർഷത്തെ അവരുടെ ഈ പറഞ്ഞ റിപ്പോർട്ടിൽ എല്ലാ വർഷവും ഇന്ത്യയുടെ പേര് ഉൾപ്പെടുത്താറുണ്ട് പല രീതിയിൽ. കാരണം അതൊന്നും ഇന്ത്യ മൈൻഡ് ചെയ്യാറില്ല പൊതുവെ. ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും നോർത്ത് കൊറിയയും ഒക്കെ തന്നെ ഇതിനകത്തില്, അതുപോലുള്ള പല രാജ്യങ്ങളും ഇതിനകത്തില് അവരുടെ റിപ്പോർട്ടിനകത്തിൽ വരുന്നതാണ്. ഇതിന്റെ പ്രധാന ഒരു നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതായത് നമ്മളുടെ രാജ്യത്തായാലും മറ്റൊരു രാജ്യത്തായാലും ആഭ്യന്തരമായിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പൊ പാകിസ്ഥാനിലെ പ്രശ്നങ്ങൾ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത് അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. നമ്മുടെ രാജ്യത്തെ ബാധിക്കാത്തത്തോളം കാലം പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും ശ്രീലങ്കയിലായാലും ചൈനയിലായാലും ഈവൻ അമേരിക്ക അല്ലെങ്കിൽ മറ്റേത് രാജ്യത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളാണെങ്കിൽ നമുക്കതിനകത്തിൽ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ രാജ്യത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണത്തിന് പാകിസ്ഥാനിലൊരു വിഷയം ഉണ്ടായി, അപ്പൊ അതിർത്തി കടന്ന് ഇങ്ങോട്ട് അഭയാർത്ഥികൾ വരികയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള നമ്മളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടുമ്പോൾ മാത്രം നമുക്കതിനകത്ത് ഇടപെടേണ്ട ഒരു ആവശ്യം വരുന്നുള്ളൂ. അല്ലാത്തടത്തോളം പാകിസ്ഥാനിൽ ആരെന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ സംഭവിച്ചാലും നമുക്കതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല. അതുപോലെ തിരിച്ചു. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്കയെ പോലുള്ള രാജ്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഏജൻസിയെ വെച്ചുകൊണ്ട് നമ്മളെപ്പോലുള്ള രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ നമ്മൾ മനസ്സിലാക്കിയൊരു വിഷയമാണ്. അതായത് അവർ വിചാരിക്കുന്ന രീതിയിൽ മതപരിവർത്തനം, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ റിലീജിയസ് കൺവേർഷൻ നടക്കാത്ത അല്ലെങ്കിൽ നടക്കാൻ പ്രയാസമുള്ള രാജ്യങ്ങളെയാണ് ഈ പറഞ്ഞ റിപ്പോർട്ടിനകത്തിൽ അവരെ എല്ലാ വർഷവും ഉൾപ്പെടുത്തുകയും കൂടുതൽ അവരെ ടാർഗറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പൊ ഈ പതിപോലെ തന്നെ ഇന്ത്യ ഈ പ്രാവശ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വർഷവും ഇന്ത്യ അതിൽ ഉൾപ്പെടുന്നതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്കെതിരെ കൂടുതൽ സമ്മർദ്ദവും അല്ലെങ്കിൽ പ്രഷറും ചെലുത്താൻ അവർ ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു US കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡത്തിന്റെ ഒരു റിപ്പോർട്ട് അനുസരിച്ച്, ആനുവൽ റിപ്പോർട്ട് അനുസരിച്ചിട്ട് അവര് പറയുന്നത്, ഇന്ത്യയിലെ RSSനെയും അതുപോലെ തന്നെ നമ്മുടെ ഇന്റലിജൻസ് വിങ് ആയിട്ടുള്ള റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും എക്സ്റ്റേണൽ ഇന്റലിജൻസ് ഏജൻസി ആണല്ലോ റോ എന്ന് പറയുന്നത്, R&AW. അപ്പൊ ഈ രണ്ട് സ്ഥാപനം മീൻസ് ഈ രണ്ട് എൻറ്റിറ്റീസിനെതിരെയും ചില വ്യക്തികൾക്കെതിരെയൊക്കെ തന്നെ അമേരിക്കൻ ഗവൺമെന്റ് അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം സാങ്ഷൻസ്, ഉപരോധം ഏർപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് ഈ പറഞ്ഞ USCIRF എന്താണെന്ന് നോക്കാം ബ്രീഫായിട്ട്. അതായത് ഇവര് പിന്നെ അമേരിക്കൻ ഗവൺമെന്റിന്റെ, ഇവർ പറയുന്ന ഒരു പിന്നെ സ്വതന്ത്രമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ബൈപാർട്ടിസാൻ ലെജിസ്ലേറ്റീവ് ബ്രാഞ്ച് എന്നാണ് അവർ പറയുന്നത്. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം. അത് 1998 അവരുടെ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ആക്ട് IRF അനുസരിച്ചിട്ട് ആ ഗവൺമെന്റ് ഫോം ചെയ്ത ഒരു കമ്മീഷനാണ് ശരിക്കും പറഞ്ഞത്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ മതപരമായിട്ടുള്ള കൺവേർഷൻസ് അവർക്ക്, കാരണം അമേരിക്ക ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മളെപ്പോലുള്ള രാജ്യങ്ങളിലെല്ലാം തന്നെ മത പരിവർത്തനങ്ങൾ നടക്കുന്നതാണ്. അതിനവരുടെ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ തന്നെയാണ് അതിന്റെ പിന്നെ മുഖ്യ പങ്ക് വഹിക്കുന്നതും. അവരാണ് ഇതിനെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്ന, ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പൊ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കമ്മീഷൻ ഇതുപോലുള്ള രാജ്യങ്ങളിലൊക്കെ പിന്നെ സ്വാതന്ത്ര്യത്തെ പരിശോധിച്ചിട്ട് പഠിച്ചിട്ട് അവരുടെ പ്രസിഡന്റിനും സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിനും അതുപോലെ തന്നെ കോൺഗ്രസിനും എല്ലാ വർഷവും റിപ്പോർട്ട് കൊടുക്കുകയും അതിനകത്തിലെ ചില പോളിസി റെക്കമെൻഡേഷൻ, അതായത് ഇന്ന രാജ്യങ്ങൾ ഇന്ന കാര്യങ്ങൾ നടക്കുന്നത്, അതുകൊണ്ട് ആ രാജ്യത്തിനെതിരെ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ആ രാജ്യത്തിനോട് ഇന്ന രീതിയിലുള്ള സമീപനമായിരിക്കണം നമുക്ക് വേണ്ടെന്നൊക്കെ
തരത്തിലുള്ള പോളിസി റെക്കമെൻഡേഷൻസ് അവർ ഉപദേശിക്കാറുണ്ട്. ഇതിനെ ഗവൺമെന്റ്, അമേരിക്കൻ ഗവൺമെന്റ് അതിനെ ഏത് രീതിയിലാണ് പിന്നെ സ്വീകരിക്കുകയും പിന്നീട് അവരുടെ പോളിസീസിനെ അവരെങ്ങനെയാണ് ഫോം ചെയ്തെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ തീർച്ചയായിട്ടും അവർക്കൊരു ഉദ്ദേശ ലക്ഷ്യം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കില്ല അവർ ഇതുപോലെ അവരുടെ ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടി ഇതുപോലൊരു കമ്മീഷനെ അവർ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തിൽ ഏകദേശം 9 കമ്മീഷണേഴ്സോളം ഉണ്ട്. അവര് ഒന്നുകിൽ പ്രസിഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഓരോ കോൺഗ്രസിലെ അവരുടെ ഏതെങ്കിലും ഒരു ഓരോ പാർട്ടിയുടെയും, അതായത് ഡെമോക്രാറ്റിക് പാർട്ടിയുണ്ട്, റിപ്പബ്ലിക്കൻ പാർട്ടിയുണ്ട്. ഈ പറഞ്ഞ രണ്ട് പാർട്ടിയുടെയും പിന്നെ അവരുടെ കോൺഗ്രഷണൽ ലീഡേഴ്സ്, അതായത് കോൺഗ്രസിലെ നമ്മുടെ ഇപ്പം പാർലമെന്റിലെ ഒരു പാർട്ടിയുടെ നേതാവെന്ന് നമ്മൾ പറയത്തില്ലേ, അല്ലെങ്കിൽ നിയമസഭാ നേതാവെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ അവരുടെ കോൺഗ്രഷണൽ ലീഡേഴ്സ്, കോൺഗ്രസിലെ അവരുടെ ഈ രണ്ട് പാർട്ടിയുടെ നേതാക്കൾ, ലീഡേഴ്സ് ആയിരിക്കും, പൊളിറ്റിക്കൽ ലീഡർ ആയിരിക്കും ഈ പറഞ്ഞ 9 കമ്മീഷണേഴ്സ് നിയമിക്കുന്നില്ല, അപ്പോയിന്റ് ചെയ്യുന്നില്ല. അവര് പിന്നെ ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയുന്നത് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ തന്നെ. പക്ഷെ തീർച്ചയായിട്ടും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അതിനകത്ത് മുഖ്യമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത് ഏത്, ഈ ലോകം മൊത്തവും മതപരിവർത്തനം നടത്തുവാൻ വേണ്ടി അതിന്റെ ലീഡിംഗ് റോള് നടത്തുന്നത് ഈ പറഞ്ഞ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റാണ്. അവർക്ക് അതിനകത്ത് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. ഇനി ഇതിനകത്ത് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ 2026 റെക്കമെൻഡേഷൻ ഇത്രയും രാജ്യങ്ങൾ അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്: അഫ്ഗാനിസ്ഥാൻ, അൾജീരിയ, അസർബൈജാൻ, ബർമ, ചൈന, ക്യൂബ. ചൈനയും പാകിസ്ഥാൻ, ഇന്ത്യക്ക് എല്ലാ വർഷവും അവരുടെ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ക്യൂബ, ഈജിപ്ത്, എറിട്രിയ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, ഇറാഖ്, കസഖ്സ്ഥാൻ, ഇങ്ങനെ പാകിസ്ഥാനുണ്ട്, ഖത്തറുണ്ട്, റഷ്യയുണ്ട്, സൗദി അറേബ്യ ഉണ്ട്. അപ്പൊ ഇവിടെ എല്ലാം തീർച്ചയായിട്ടും അവർ പറയുന്നത് ഈ പ്രശ്നങ്ങളുള്ള രാജ്യങ്ങളാണെന്ന് അവരുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ട്. അവരുടെ റിപ്പോർട്ടാണ് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ രത്നച്ചുരുക്കം എന്ന് പറഞ്ഞാൽ ഈ രാജ്യങ്ങളിലൊക്കെ മതപരത്തിന് അത്ര സുഖം അല്ല, അല്ലെങ്കിൽ പെട്ടെന്ന് നടക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ ഇതിനകത്തിൽ ഈ ഇന്ത്യയുടെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇവരുടെ വെബ്സൈറ്റ് ആണിത് കേട്ടോ. ഈ പറഞ്ഞ ഏജൻസിയുടെ അല്ലെങ്കിൽ കമ്മീഷന്റെ വെബ്സൈറ്റ് ആണ്, ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണിത്. അപ്പോൾ അവർ ഇന്ത്യയെക്കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്: ഇന്ത്യൻ ഗവൺമെന്റ് ടോളറേറ്റ്സ് ആൻഡ് പെർപിട്രേറ്റ്സ് വൈഡ് സ്പ്രെഡ് ഹറാസ്മെന്റ് എന്നാണ്, ആൻഡ് വയലൻസ് അഗൈൻസ്റ്റ് റിലീജിയസ് മൈനോറിറ്റീസ്. അതായത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ തന്നെ മതന്യൂനപക്ഷങ്ങളോട് വളരെ എന്താണ് പറയുന്നത്, അക്രമങ്ങളും അതുപോലെ തന്നെ ഹറാസ്മെന്റും ഒക്കെ തന്നെയാണ് ഇന്ത്യൻ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അപ്പൊ അങ്ങനെ നടക്കുന്ന അക്രമങ്ങളും അല്ലെങ്കിൽ ഹറാസ്മെന്റും ഒക്കെ തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് ടോളറേറ്റ് ചെയ്യുകയാണ്. അതിനെതിരെ കൃത്യമായിട്ടുള്ള നടപടികളൊന്നും എടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് BJPയുടെ ഗവൺമെന്റിനെ കുറിച്ചാണ് അവർ, അല്ലെങ്കിൽ BJP ഗവൺമെന്റാണ് അവർ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ രാജ്യത്ത് ഈ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട്, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്, അതുപോലെ നമ്മുടെ UAPA, ഇതുപോലുള്ള നിയമങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞ മൈനോറിറ്റി, റിലീജിയസ് മൈനോറിറ്റിക്കെതിരെ, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളും ആണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് അവർക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി മുസ്ലിമിനെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കേന്ദ്രത്തിന്റെ ഇതുപോലുള്ള നിയമങ്ങളും അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ചില സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ, പ്രത്യേകിച്ച് BJP ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഈ കൗസ്ലോട്ടർ ലോസ്, അതുപോലെ തന്നെ ഈ മതപരിവർത്തനത്തിനെതിരെയുള്ള നിയമങ്ങളൊക്കെ ചില വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടാണ്. ഇതൊക്കെ ഈ മൈനോറിറ്റീസിനെ ടാർഗറ്റ് ചെയ്യാനും അവർക്കെതിരെയുള്ള അക്രമം അഴിച്ചുവിടാനും അവരെ അടിച്ചമർത്താനും അവരുടെ മതസ്വാതന്ത്ര്യം നിഷേധിക്കാനും ഒക്കെ വേണ്ടിയാണെന്നാണ് ഈ പറഞ്ഞ റിപ്പോർട്ട് അവരുടെ ഗവൺമെന്റ് 2026 ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ റിപ്പോർട്ടിന്റെ ഈ PDF ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. അവരുടെ റെക്കമെൻഡേഷൻ ഒക്കെ ഇതിനകത്തിലുണ്ട്. അതിനകത്ത് അവർ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ, അതായത് ഇന്ത്യയെ ഒരു കൺട്രി ഓഫ് പർട്ടിക്കുലർ കൺസേൺ ആയിട്ട് ഡെസിഗ്നേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ കൺട്രി ഓഫ് പർട്ടിക്കുലർ കൺസേൺ എന്ന് പറഞ്ഞാൽ അല്പം കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു രാജ്യമാണ് അവരുടെ റിപ്പോർട്ട് അനുസരിച്ച്, അല്ലെങ്കിൽ CPC എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന അതായത് അവരുടെ അമേരിക്കയുടെ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും പാലിക്കാത്ത, അല്ലെങ്കിൽ അതിനെല്ലാം വയലേറ്റ് ചെയ്യുന്ന, ലംഘിക്കുന്ന ഒരു രാജ്യമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് എന്നാണ് അവർ ഗവൺമെന്റിനോട് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഗവൺമെന്റ്, US ഗവൺമെന്റ് ഇന്ത്യയെ പ്രഷർ ചെയ്യണം. എന്തിനു വേണ്ടി? ഈ പറഞ്ഞ USCIRFനെയും അതുപോലെ തന്നെ അവരുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിനെയും ഇന്ത്യയിൽ വന്നിട്ട് ഈ പറഞ്ഞ നിരീക്ഷണം എല്ലാം നടത്താൻ വേണ്ടി, എന്ന് വെച്ചാൽ ഇവിടുത്തെ റിലീജിയസ് ഫ്രീഡത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അതിനെക്കുറിച്ച് റിപ്പോർട്ട് നൽകുവാനും വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റിനെ പ്രഷർ ചെയ്യണം, ഇവരെ അനുവദിക്കാൻ വേണ്ടിയിരുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ്, ഈ RSSനും അതുപോലെ തന്നെ ഇന്ത്യയുടെ നമ്മുടെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഇന്റലിജൻസ്, എക്സ്റ്റേണൽ ഇന്റലിജൻസ് ആയിട്ടുള്ള ഈ പറഞ്ഞ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിനെയും അതുപോലെ തന്നെ ചില
ഇതുമായിട്ട് ബന്ധപ്പെട്ട ചില വ്യക്തികളെയൊക്കെ തന്നെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ട് അവർക്കെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്തുകയും പിന്നെ അവരുടെ US ഇപ്പൊ RSS ബന്ധപ്പെട്ട RSSനെ അല്ലെങ്കിൽ RSS ബന്ധപ്പെട്ട സംഘടനകളുടെയൊക്കെ തന്നെ US പ്രവർത്തനങ്ങളെ ഉപരോധിക്കുകയും അവരുമായിട്ട് ബന്ധപ്പെട്ട ആ സംഘടനകളുടെയൊക്കെ ഫണ്ട് ഉണ്ടെങ്കിൽ അതിനെ ഫ്രീസ് ചെയ്യുകയൊക്കെ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരം ആൾക്കാരെ അമേരിക്കയിലേക്ക് വരാൻ വേണ്ടി അവരെ അവരെ ബാൻ ചെയ്യണം, അല്ലെങ്കിൽ അവരെ തടസ്സപ്പെടുത്തണം, അവർക്ക് അങ്ങോട്ട് എൻട്രി അനുവദിക്കരുത്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ട്രേഡ്, അമേരിക്കയുടെ ഇന്ത്യയായിട്ടുള്ള ട്രേഡ് റിലേഷനെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിയിട്ട് ഇന്ത്യക്കെതിരെ കൂടുതൽ കർക്കശമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ അവരുടെ ആംസ് എക്സ്പോർട്ട് കൺട്രോൾ ആക്ടിന്റെ 6ാമത്തെ സെക്ഷൻ അനുസരിച്ചിട്ട് ഇന്ത്യക്ക് ആയുധങ്ങൾ വിൽക്കുന്നത്, ഇപ്പൊ അമേരിക്ക ഇന്ത്യയും തമ്മിൽ ആയുധ വ്യാപാരങ്ങളുണ്ടല്ലോ, അപ്പൊ അതൊന്നും ഗവൺമെന്റ് എന്തായാലും തീർച്ചയായിട്ടും കണക്കെടുക്കത്തില്ല, കാരണം അതൊക്കെ കച്ചവടത്തിന്റെ വിഷയമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പരിഗണിക്കാൻ പോകുന്നില്ല. എന്നാലും ഇന്ത്യക്ക് മുകളിൽ അവരുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ ഉണ്ടാകാൻ അത് ഞാൻ സംശയമൊന്നുമില്ല. കാരണം അവരുടെ ലോങ് ടൈമിലുള്ള അവരുടെ ലക്ഷ്യം ഇവിടുത്തെ മതപരിവർത്തനം തന്നെയാണ്, അത് യാതൊരു സംശയമൊന്നുമില്ല. അത് US ഗവൺമെന്റിന്റെ ലീഡർഷിപ്പിൽ തന്നെയാണ് അല്ലെങ്കിൽ സൂപ്പർവിഷത്തിലാണ് നടക്കുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതുപോലെ തന്നെ ഇന്ത്യക്ക് ആയുധങ്ങൾ കൊടുക്കുന്നത് ഈ പറഞ്ഞത് നിർത്തുക. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ചില റെക്കമെൻഡേഷൻസും അവര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമുക്ക് ഈ USCIRFന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഇന്ത്യക്കെതിരെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതൊക്കെ തന്നെയാണ് നമുക്കിവിടെ പറയാനുള്ളത്. അപ്പൊ ഇത്രയും വിഷയങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ വർഷവും, അല്ലെങ്കിൽ ഈ പറഞ്ഞ റിപ്പോർട്ട് അവർ എല്ലാ വർഷവും തയ്യാറാക്കുന്നതാണ്. അതിനകത്തിൽ പ്രത്യേകിച്ചൊരു പുതുമയൊന്നുമില്ല. എല്ലാ വർഷവും ഉള്ള റിപ്പോർട്ടിൽ ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും ഒക്കെ തന്നെ ഉൾപ്പെടാറുണ്ട്. നമ്മൾ അത് എല്ലാ വർഷത്തെ റിപ്പോർട്ട് നമ്മൾ കാണുന്നതാണ്. അപ്പൊ നമ്മൾ പാകിസ്ഥാനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും ചിലപ്പോൾ അവര് പാകിസ്ഥാനെ കുറിച്ചും പറയുന്നത്. കാരണം അവിടെ മതപരിവർത്തനം കാര്യമായി നടക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവാണ് നമുക്ക് പാകിസ്ഥാനെ അവർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളത്. അത് പക്ഷേ അവർ പറയുന്നത് ആന്റി അഹമ്മദിയക്കെതിരെയൊക്കെയുള്ള ആക്രമണത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അതൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ ക്രിസ്ത്യൻസിനെതിരെയുള്ള പ്രശ്നമാണ് അവര് ഉദ്ദേശിക്കുന്നത്. കാരണം ക്രിസ്ത്യൻ മതപരിവർത്തനം നടത്താൻ സാധിക്കാത്ത രാജ്യങ്ങളിലൊക്കെ തന്നെ അവർ ഈ പറഞ്ഞ റിപ്പോർട്ടിനകത്തിൽ ഉൾപ്പെടുത്തി പ്രഷർ ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് കാണുന്നത്. ചൈനയെക്കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും അവരും നമുക്ക് കാണാൻ സാധിക്കുന്ന ഉയ്ഗൂറിന്റെ കാര്യമായിരിക്കും അതിൽ പറയുന്നത്. കറക്റ്റാണ്, ഉയ്ഗൂറിന്റെ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. ഉയ്ഗൂർ മുസ്ലിംസ്, ടിബറ്റൻ ബുദ്ധിസ്റ്റ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ അണ്ടർഗ്രൗണ്ട് കാത്തോലിക്സ്, ഹൗസ് ചർച്ച് പ്രൊട്ടസ്റ്റൻസ്, ഇങ്ങനെയുള്ള ഒത്തിരി മൈനോറിറ്റീസിനെയൊക്കെ ചൈനീസ് ഗവൺമെന്റ് പീഡിപ്പിക്കുന്നു, അല്ലെങ്കിൽ അവർക്കെതിരെ വയലൻസ്, പ്രോസിക്യൂഷൻ നടക്കുന്നു എന്നൊക്കെയുള്ളതാണ് ചൈന ഗവൺമെന്റിനെതിരെയുള്ള ഈ പറഞ്ഞ ഏജൻസിയുടെ കംപ്ലൈന്റ് എന്ന് പറയുന്നത്. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള ചില സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ഇതിനകത്തിലെ പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, കാരണം അവർ ഈ റിപ്പോർട്ടിനകത്തിൽ ഇപ്രാവശ്യം എടുത്തു പറഞ്ഞിരിക്കുന്നത് RSSനെയും അതുപോലെ തന്നെ നമ്മളുടെ ഒരു രാജ്യത്തിന്റെ എക്സ്റ്റേണൽ ഏജൻസി, ഇന്റലിജൻസ് ഏജൻസി, ഇപ്പൊ അമേരിക്കയുടെ CIA, ഇസ്രായേലിന്റെ മൊസാദ്, പാകിസ്ഥാന്റെ ISI, അങ്ങനെയുണ്ടെങ്കിൽ ISI ഒക്കെ എന്നെ ബാൻ ചെയ്യേണ്ടതല്ലേ. അതുപോലെ ഇംഗ്ലണ്ടിന്റെ, ബ്രിട്ടന്റെ MI6, ഇതുപോലുള്ള ഏജൻസി എന്നൊക്കെ പറഞ്ഞാൽ അതുപോലുള്ള അതിന് തുല്യമായിട്ടുള്ള ഏജൻസിയാണ് നമ്മുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് ഇൻ R&AW എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിനെ ബാൻ ചെയ്യണം, അതിനെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്തണം. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ RSSുമായിട്ട് ബന്ധപ്പെട്ട സംഘടനകൾക്കും RSSനും ഒക്കെ എതിരെ സാങ്ഷൻസ് കൊണ്ടുവരണം. അവരുമായിട്ട് ബന്ധപ്പെട്ട ചില വ്യക്തികളെ സാങ്ഷൻ ചെയ്യണം. അവരെ അമേരിക്കയിലേക്ക് വരാൻ അവരെ അനുവദിക്കരുത്. അവരുടെ ഫണ്ടും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഫ്രീസ് ചെയ്യണം എന്നൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ റിപ്പോർട്ടിൽ അത് വളരെ കൃത്യമായിട്ട്. ഇതിനു മുമ്പുള്ള റിപ്പോർട്ടിലൊന്നും ഇങ്ങനെയുള്ള വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെ അവര് സാങ്ഷൻസ് ഏർപ്പെടുത്തുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു എന്താണ് പറയുന്നത് എടുത്തു പറയത്തക്ക ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ ഒന്നും അവർ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്കറിയില്ല. പക്ഷേ ഈ പ്രാവശ്യത്തെ റിപ്പോർട്ടിലാണ് അത് നമുക്കറിയാം. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യ അമേരിക്കൻ തമ്മിലുള്ള ബന്ധങ്ങൾ നമുക്ക് പൊതുവെ മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ട്രംപ് ഇതിനു മുമ്പ് തന്നെ അല്ലെങ്കിൽ രണ്ടാമത് വന്നതിന് ശേഷം ഏതെല്ലാം തരത്തിലുള്ള അടവുകൾ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാനും ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനും, അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും ഇന്ത്യ അവരുടെ പരിധിക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർ പറയുന്ന പോലെ പൂർണ്ണമായിട്ടും ആക്ട് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ വിഷയം.
അതുകൊണ്ടാണ് ഇതുപോലുള്ള പലതരത്തിലുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ അവർ പ്രയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇതൊന്നും നടപ്പിലാക്കാൻ നടക്കാൻ പോകുന്ന ഒരു സംഭവമൊന്നുമല്ല. പ്രത്യേകിച്ച് നമ്മളുടെ R&W എന്ന് അവർക്ക് അങ്ങനെ അമേരിക്കൻ ഗവൺമെന്റിന് ബാൻ ചെയ്യാൻ സാധിക്കത്തില്ല. ഇതവരുടെ പോളിസി റെക്കമെൻഡേഷൻ ആണ്. കാരണം നമ്മളിപ്പം ജിയോ പൊളിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളുടെ എല്ലാം തന്നെ ഇന്റലിജൻസ് ഏജൻസി അതല്ലെങ്കിൽ സ്പൈ ഏജൻസീസ് പരസ്പരം കൈകോർത്തുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പണിയെടുക്കുന്നത്. ഉദാഹരണത്തിന് ഇന്ത്യയുടെ റിസർച്ച് R&W അമേരിക്കയുടെ CIA ഒരുമിച്ച് നിന്നായിരിക്കും ചൈനയ്ക്കെതിരെയും പാകിസ്ഥാനും എതിരെയും അവർ പ്രവർത്തിക്കുന്നത്. അതുപോലെ അമേരിക്കയുടെ CIAയും പാകിസ്ഥാന്റെ ISIയും കൂടെ ഒരുമിച്ച് നിന്നായിരിക്കും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർലിങ്ക്ഡ് ആണ്. ഇന്റർ ഓപ്പറേഷണൽ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലാണ് ഇതെല്ലാം ലോകത്തുള്ള ഈ പറഞ്ഞ രാജ്യങ്ങളുടെ എല്ലാം ഇന്റലിജൻസ് ഏജൻസീസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു രാജ്യത്തിന്റെയും ഈ പറഞ്ഞ ഇന്റലിജൻസ് ഏജൻസി ഒന്നും ബാൻ ചെയ്യാനുള്ള സാധ്യത നമുക്ക് കാണാൻ സാധിക്കത്തില്ല. പക്ഷേ മറ്റു സംഘടനകളെയൊക്കെ ചിലപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ചില വ്യക്തികളെയൊക്കെ തന്നെ അവർക്ക് വേണമെങ്കിൽ ബാൻ ചെയ്യാൻ സാധിക്കും. പണ്ട് നരേന്ദ്രമോദി ഒരു ബാൻ ചെയ്തില്ലേ, അതുപോലെ നമുക്ക് ചില വ്യക്തികളെയോ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇന്ത്യയുടെ R&W അല്ലെങ്കിൽ ഇന്റലിജൻസ് ഏജൻസിയെ ഒന്നും അവർക്ക് ബാൻ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്കറിയത്തില്ല അമേരിക്ക ഏത് രീതിയിൽ ആക്ട് ചെയ്യുന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയത്തില്ല. കാരണം അവരൊരു രാജ്യത്തെ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ രാജ്യത്തെ ഏതെങ്കിലും രീതിയിലൊക്കെ പിന്നെ പ്രഷർ ചെയ്തും ത്രട്ടൻ ചെയ്തൊക്കെയാണല്ലോ അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് ഈ ഒരു റിപ്പോർട്ടിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് ഓക്കെ, ഇനി ഇന്ത്യയുടെ റെസ്പോൺസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, അതായത് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അതിനെ കാര്യമായിട്ട് എന്താണ് ശരിക്കും പറഞ്ഞാൽ അതിനെ തള്ളിക്കളയുക എന്ന് നമ്മൾ പറയത്തില്ലേ, ഡിസ്മിസ് ചെയ്തിട്ടുണ്ട്. കാരണം അത് ബയാസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനെ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റാണ്. കാരണം ഇന്ത്യക്കെതിരെ ഇപ്പൊ അമേരിക്കയുടെ നിലപാടുകൾ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത് അങ്ങനെ കാണാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ ഇന്ത്യയിൽ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് അമേരിക്കയെ പോലുള്ള രാജ്യത്തിനോ മറ്റൊരു രാജ്യത്തിനോ ഇതിനകത്ത് ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ കാര്യങ്ങളിലൊന്നും നമ്മൾ ഇടപെടാൻ പോകുന്നില്ല. അത് നമ്മൾ ആഭ്യന്തരമായി കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് എല്ലാ രാജ്യത്തും ഉണ്ട്. ഇപ്പം പാകിസ്ഥാനിൽ പ്രശ്നങ്ങളുണ്ട്, അമേരിക്കയിൽ പ്രശ്നമുണ്ട്, പിന്നെ ചൈനയിൽ പ്രശ്നമുണ്ട്, റഷ്യയിൽ പ്രശ്നമുണ്ട്, ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അമേരിക്ക ഒരു സൂപ്പർ പവർ എന്ന രീതിയിൽ അവരവരുടെ മോറൽ ഒരു പോലീസ് കളിക്കുകയല്ല. അവരുടെ ലോങ് ടൈമിലെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള രാജ്യങ്ങളിൽ ക്രിസ്തീയ മത പരിവർത്തനം നടത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വിഘാതം സൃഷ്ടിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള പിന്നെ സംഭവ വികാസങ്ങൾ ഈ പറഞ്ഞ രാജ്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നിലപാടുകളുണ്ടെങ്കിൽ ഈ രാജ്യത്തേക്ക് അവർ ടാർഗറ്റ് ചെയ്യുക ഈ റിപ്പോർട്ട് വഴി, ഈ കമ്മീഷൻ, ഈ ഏജൻസി വഴി ആയിരിക്കും എന്നുള്ളത് നമുക്ക് ചിരകാലമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ വർഷത്തെ റിപ്പോർട്ട് നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യ പോലും രാജ്യത്തിന് അത്ര കാര്യമായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് നമുക്ക് ഇതിന്റെ ഒരു രത്നച്ചുരുക്കമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ടിനെ ബേസ് ചെയ്തുള്ള ഈ ടോപ്പിക് കൂടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ